വൈകുന്നേരം പ്രഭാവതിയമ്മയും ആര്യയും കൂടി എന്തോ കുക്കർ ഷോ കാണുകയാണ്. അയ്യോ, ബട്ടറില്ല, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കായിരുന്നു. രണ്ടാളും പറയുന്നുണ്ട്. മോളെ ആര്യ, പോയി കുളിക്ക്, വിളക്ക് കൊളുത്താറായി. അമ്മയെ കാവ്യ പോയി കല്ലുവിളക്ക് കത്തിക്ക്, നേരം പോണത് അറിയില്ല. ഗിരിജ പറഞ്ഞപ്പോൾ രണ്ടാളും എണീറ്റു. ആര്യ കുളിക്കുന്നത് കണ്ട് മേഘനയും കുളിച്ചു. മുത്തശ്ശി സർപ്പക്കാവിൽ വിളക്ക് വെച്ചു വന്നു. അതിനുശേഷം അവർ മൂവരും രാമനാമം ചൊല്ലുകയാണ്. മേഘനയും അരികിലിരിപ്പുണ്ട്. കുട്ടി, ഒരു കീർത്തനം ചൊല്ലിക്കേ, പ്രഭാവതിയമ്മ പറഞ്ഞു. അയ്യോ അമ്മേ, ഞാൻ, അവൾ വിളറി. കുട്ടി ചെല്ലിക്കേ, അവർ വീണ്ടും പറഞ്ഞു. അവൾ ഈണത്തിലൊരു ശിവസ്തുതി ചൊല്ലി. എല്ലാവർക്കും അത് ഇഷ്ടമായി. പ്രതാപൻ പോലും എഴുന്നേറ്റ് വന്നു. ആ, കൊള്ളാലോ മേഘന. എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീഹരിയാണ്. ആര്യ വിളക്കെടുത്ത് പൂജാമുറി വെച്ചു. ശ്രീഹരി അകത്തേക്ക് കയറി. എല്ലാവരും അവനോട് വിവരങ്ങളൊക്കെ ചോദിച്ചു. എടോ, ഇതാ തൻ്റെ ഫോണ്. അവൻ ഫോണെടുത്ത് അവൾക്ക് കൈമാറി. തൻ്റെ അമ്മ വിളിച്ചിരുന്നു. മറ്റന്നാൾ തൻ്റെ അമ്മ വരുന്നുണ്ട് പാലക്കാടിന്, നമുക്ക് ഒരുമിച്ച് പോകാട്ടോ, അവൻ പറഞ്ഞു. ആഹാ, നന്നായി. അപ്പോൾ ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കാം അല്ലേ ചേച്ചിക്ക്? ആര്യയ്ക്ക് സന്തോഷമായി. മേഘന ചിരിച്ചു. അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞപ്പോൾ ശ്രീഹരി പതിയെ മേഘനയെ നോക്കി ഇറങ്ങി. മുത്തശ്ശി അമ്മയും തൊടിയിൽ എവിടെയോ ആണ്. ആര്യയാണെങ്കിൽ ടി വി കാണുന്നു. അവൻ നോക്കിയപ്പോൾ മേഘന ആര്യയുടെ റൂമിലുണ്ട്. മേഘന, ശ്രീഹരി വിളിച്ചതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. ശോ, പേടിച്ചു പോയോ? അവൻ ചോദിച്ചു. ഇല്ല. അതെ, നാളെ തൻ്റെ ഹസ്ബൻഡ് വരില്ലേടോ? അവൻ പതിയെ ചോദിച്ചു. അറിയില്ല, അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അറിയില്ലെന്നോ? ശ്രീഹരി അവളെ നോക്കി. അവൾ മുഖം കുനിച്ചു നിൽക്കുകയാണ്. എൻ്റെ കുട്ടി, ഇയാൾ എന്താണ് ഈ പറയുന്നത്? അയാൾ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അവൻ ആകെ വിഷമത്തോടെ കട്ടിലിരുന്നു. അത് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവൾ കരഞ്ഞു. എൻ്റെ പൂർണ്ണത്രയിച്ച, ഞാനിനി എന്താ ചെയ്യുക? അവൻ മേഘനയെ നോക്കി. അത് കുറച്ച് ദിവസം കൂടി, അവൾ ചോദിച്ചു. നടക്കില്ല കുട്ടി, പ്ലീസ്. നോ, അതൊന്നും ശരിയാവില്ല. എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ ആദ്യമായിട്ടൊരു കളവ് പറഞ്ഞതാ, അതും ഇയാൾക്ക് വേണ്ടി. ശ്രീഹരി ദേഷ്യപ്പെട്ടു. ഒരു 2 ദിവസം കൂടി, അവൾ അവനെ നോക്കി. നടക്കില്ല, അവൻ തീർത്തു പറഞ്ഞു. ഇറങ്ങിക്കോണം നാളെ ഇവിടുന്ന്. വീട്ടുകാരെ എതിർത്തിറങ്ങി വന്നപ്പോൾ ഓർക്കണമായിരുന്നു. അവൻ അവളെ നോക്കി പറഞ്ഞിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഗിരിജാദേവി നിൽക്കുന്നു റൂമിന് വെളിയിൽ. അമ്മയെ കണ്ടതും ശ്രീഹരി വിളറി. എന്താ? അവൻ ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറി. നോക്കിയപ്പോൾ മേഘന കണ്ണുനീർ തുടയ്ക്കുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? ഗിരിജ മേഘനയുടെ കയ്യിൽ കടന്നു പിടിച്ചു. എന്തു പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, ശ്രീഹരി പെട്ടെന്ന് പറഞ്ഞു. മിണ്ടരുത് നീ. ഗിരിജ മകൻ്റെ നേരെ വിരൽ ചൂണ്ടി. പറയൂ മേഘന. അവരവളെ നേരിട്ടു. ഒന്നുമില്ലമ്മേ, ഞാൻ നാളെ എൻ്റെ അമ്മ വരും, അപ്പോൾ പോകും, അവൾ പറഞ്ഞു. ഗിരിജ മറ്റൊന്നും പറയാതെ മുറിയിൽ നിന്നിറങ്ങി. നാളെ അവൾ പോകുമോ എന്ന് നോക്കട്ടെ എന്ന് അവർ മനസ്സിലോർത്തു. പക്ഷെ കേട്ട കാര്യങ്ങൾ ഗിരിജാദേവി മകളോട് പറയുകയും ചെയ്തു. അമ്മ, എനിക്കും എന്തൊക്കെയോ സംശയം തോന്നി. പക്ഷെ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. മേഘനയോട് ആരും ഒന്നും സംസാരിക്കണ്ടെന്ന് ഗിരിജാദേവി മകളെ വിലക്കി. അന്ന് അവർ തമ്മിൽ ഒന്നും പരസ്പരം സംസാരിച്ചില്ല. നീ എന്താ ഇത്രയ്ക്ക് അസ്വസ്ഥയാകുന്നത്? രാത്രിയിൽ പ്രതാപൻ ഭാര്യയോട് കാര്യങ്ങൾ തിരക്കി. അവർ താൻ കേട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ എന്തറിഞ്ഞിട്ടാണ് ഗിരിജയെ? അയാൾ അവളെ വഴക്കു പറഞ്ഞു. ഗിരിജ പിന്നീട് ഒന്നും മിണ്ടാതെ കിടന്നു. ശ്രീഹരി മേഘനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അയാളുടെ മനസ്സിൽ അപ്പോൾ മുഴുവനും. ശ്രീഹരി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. താൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി, വേണ്ടായിരുന്നു എന്ന് അവന് തോന്നി. നാളെ പോകും മുമ്പ് ഒരു സോറി പറയാം. അവൻ കണ്ണുകൾ അടച്ചെങ്കിലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം കാലത്തെ മേഘന പോകുവാനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. അപ്പോഴാണ് ആര്യ അവിടേക്ക് വന്നത്. ആര്യയാണെങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന് അവളെ നോക്കും. കുറച്ചു കഴിഞ്ഞതും ആര്യ വന്ന് മേഘനയെ വിളിച്ചു. ഒന്നിങ്ങോട്ട് വരൂ, അവൾ പറഞ്ഞപ്പോൾ മേഘനയും പിറകെ ചെന്നു. പ്രതാപനും അമ്മയും സെറ്റിയിലിരിപ്പുണ്ട്. ശ്രീഹരി മുകളിലെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. ഗിരിജ പൂജാമുറിയിലാണ്. വരൂ, അമ്മ വിളിക്കുന്നു. ആര്യ എന്തോ കണ്ടുപിടുത്തം നടത്തിയതുപോലെയാണ് അവളെ നോക്കി നിൽക്കുന്നതെന്ന് ശ്രീഹരിക്ക് തോന്നി. മേഘന വരൂ, ഗിരിജ വിളിച്ചു. അവൾ പൂജാമുറിയുടെ വാതിൽക്കൽ ചെന്നു. അകത്തേക്ക് കയറി വരാം, അവർ പറഞ്ഞത് മേഘന അനുസരിച്ചു. ഗിരിജ മേഘനയുടെ മുമ്പിൽ വന്ന് നിന്നു. അവളുടെ മുഖം കുനിഞ്ഞു. മുഖം ഉയർത്തടി.
ഗിരിജ പറഞ്ഞു. മേഘന സാവധാനം മുഖമുയർത്തി. അവളെ അടിമുടി വിറച്ചു. അമ്മേ! ശ്രീഹരി പൂജാമുറി കയറാൻ തുടങ്ങിയതും അവർ അവനെ വിലക്കി. ഇറങ്ങടാ, വെളിയിലിറങ്ങടാ. ഗിരിജ മകനെ നോക്കി. അമ്മയുടെ ഇങ്ങനൊരു ഭാവം അവൻ ആദ്യം കാണുകയാണ്. ഇങ്ങോട്ട് മാറി നിൽക്കടി. ഗിരിജ വീണ്ടും മേഘനയുടെ നേരെ തിരിഞ്ഞു. അവൾ അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇതാരാണെന്നറിയാമോ? അവർ പൂജാമുറിയിലിരിക്കുന്ന ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചു. അറിയാം, അവൾ പറഞ്ഞു. ആരാ? ഗുരുവായൂരപ്പൻ, അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. ശരി, ഈ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ സത്യം പറയണം. മനസ്സിലായോ? ഗിരിജ അവളെ നോക്കി. അവൾ തലകുലുക്കി. ഈശ്വര, അമ്മ എന്തിനുള്ള പുറപ്പാടാണ്? ശ്രീഹരിക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. എല്ലാം കൈവിട്ടു പോകുമെന്ന് അവന് തോന്നി. ശരി, ഗിരിജയാണെങ്കിൽ മേഘനയുടെ അടുത്ത് നിൽക്കുകയാണ്. അവർ പതിയെ മേഘനയുടെ തോളിൽ കൈവച്ചു. പതിയെ ആ കൈകൾ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു. അവളുടെ കഴുത്തിൽ കിടന്ന മാല അവർ വേഗം പുറത്തെടുത്ത് പിടിച്ചു. ആരാ ഇത് നിന്റെ കഴുത്തിൽ കെട്ടിയ ആള്? ഗിരിജ ചോദിച്ചു. മേഘന ദയനീയമായി അവരെ നോക്കി. സത്യം പറ. ഗുരുവായൂരപ്പനെ വെച്ച് നീ ആണയിട്ട് പറഞ്ഞതാണ് എന്നോട്. ആരാ ഇത് നിന്റെ കഴുത്തിൽ കെട്ടിയത്? ഗിരിജ വീണ്ടും ചോദിച്ചു. അത് അവൾ വിക്കി. പറയടി. ഗിരിജ ദേഷ്യപ്പെട്ടു. ആദ്യം തന്നെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നുവെന്ന് ശ്രീഹരി ഓർത്തു. വെറുതെ കുറേ നുണക്കഥകൾ പറഞ്ഞു നിർത്തി. അവന് പശ്ചാത്താപം തോന്നി. പറയൂ, വേഗം. ഗിരിജ മേഘനയെ നോക്കി. എല്ലാ കണ്ണുകളും അവളിലാണ്. നിനക്ക് വായിൽ നാവില്ലേടി? ഗിരിജ അവളെ പിടിച്ചു കുലുക്കി. ഞാൻ പറയാം. അവൾ അവരെ നോക്കി. പെട്ടെന്ന് ഗിരിജ അവളുടെ കൈ പിടിച്ച് കത്തി നിന്ന നിലവിളക്കിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. പറയടി, ആരാ നിന്റെ കഴുത്തിൽ ഈ മാലയിട്ടത്? ശ്രീഹരി. മേഘനെ അത് പറയുക എല്ലാവരും ഞെട്ടി. ശ്രീഹരി പകച്ചു നിൽക്കുകയാണ്. ഞാൻ താലി കെട്ടിയെന്നോ? കുട്ടി എന്താണ് ഈ പറയുന്നത്? ശ്രീഹരി അവളുടെ അടുത്തേക്ക് വന്നു. എടാ, ഒരക്ഷരം മിണ്ടരുത് നീ. ഗിരിജാദേവി കലി പൂണ്ട് നിൽക്കുകയാണ്. അമ്മ എന്തറിഞ്ഞിട്ടാ? പാവ ശ്രീഹരി ഇപ്പം കരയുന്ന പോലെയായി. അങ്ങോട്ട് മാറി നിൽക്കടാ. ഗിരിജ അവനെ പിന്നോട്ട് തള്ളി മാറ്റി. എടി. അവർ പിന്നെയും മേഘനയുടെ മുൻപിലെത്തി. നീയും ഇവനും കൂടി ഒരുമിച്ച് പഠിച്ച കോളേജിൻ്റെ പേരെന്താണ്? ശ്രീഹരി മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് അവളത് തെറ്റാതെ പറഞ്ഞു. കണ്ടോ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ശ്രീഹരി ഒച്ച വെച്ചു. ശ്രീഹരി, നീ ഇവിടെ വന്നിരിക്ക്. പ്രതാപനായിരുന്നു അത്. അച്ഛാ. ശ്രീഹരി അയാളുടെ അടുത്തേക്ക് വന്നു. നീ ഒരക്ഷരം മിണ്ടാതെ ഇവിടെ വന്നിരിക്കെ. അവൻ കൂടുതലൊന്നും പറയാൻ അയാൾ സമ്മതിച്ചില്ല. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആരായിരുന്നു? ഗിരിജാദേവിയുടെ അടുത്ത ചോദ്യത്തിൽ ശ്രീഹരിയാണ് ആദ്യം ഞെട്ടിയത്. പ്രതാപനത് കണ്ടില്ലെന്നടിച്ചിരുന്നു. പറയടി, ആരായിരുന്നു നിന്റെ ക്ലാസ് ടീച്ചർ? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് പറയുക. നിങ്ങൾ കോളേജിൽ നിന്ന് സ്റ്റഡി ടൂർ പോയത് എവിടെയാണ്? നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പ് മാർക്ക് നേടിയ സ്റ്റുഡൻ്റ് ആരായിരുന്നു? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഗിരിജ അവളോട് ചോദിച്ചു. എല്ലാം അച്ഛൻ്റെ ബുദ്ധിയാണെന്ന് ശ്രീഹരിക്ക് മനസ്സിലായി. മേഘന തല കുമ്പിട്ട് നിൽക്കുകയാണ്. ഗിരിജ ഒന്നുകൂടി ചോദ്യം ഒന്നൊന്നായി ആവർത്തിച്ചപ്പോൾ അവൾ അറിയില്ലെന്ന് പറഞ്ഞു. ഇന്ന് നിന്റെ അമ്മ നിന്നെ കൊണ്ടുപോകാനായി വരുവോടി? ഗിരിജയുടെ അടുത്ത ചോദ്യം. അവൾ നിസ്സഹായായി ശ്രീഹരിയെ നോക്കി. ശ്രീഹരി കളവ് പറഞ്ഞതാണെന്ന് അവർക്കറിയായിരുന്നു. ഏട്ടാ, അമ്മേ, കേട്ടില്ലേ എല്ലാം? ഗിരിജ വിറച്ചു. എല്ലാം കളവാണ്. നീയും ഇവളും കൂടി ചേർന്ന് നടത്തിയ നാടകമല്ലേടാ. അവർ ശ്രീഹരിക്ക് മുമ്പിൽ വന്നു. അമ്മേ, എന്തൊക്കെയാണമ്മ വിളിച്ചു കൂവുന്നത്? ശ്രീഹരിക്ക് ക്ഷമ നശിച്ചു. അവൻ അമ്മയുടെ മുമ്പിൽ വന്നു. ശ്രീഹരിയുടെ കരണം പൊട്ടുന്ന രീതിയിൽ ഒറ്റയടിയായിരുന്ന ഗിരിജ. ആരും അത് പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ചാടി എഴുന്നേറ്റു. അമ്മേ! ആര്യ അമ്മയുടെ അരികിലേക്ക് ഓടി വന്നു. എന്തേ കാണിക്കുന്നത്? അവൾ അമ്മയെ പിടിച്ചു. മകളുടെ കൈ വിടുവിച്ചുകൊണ്ട് അവർ വേഗം ആര്യയുടെ മുറിയിലേക്ക് പോയി. മേഘന പാക്ക് ചെയ്തു വെച്ച ബാഗും എടുത്തുകൊണ്ട് അവർ ശരവേഗം വന്നു. അതവർ ശ്രീഹരിയുടെ റൂമിലേക്ക് കൊണ്ടുപോയി വെച്ചു. ഇനി ഇവളുടെ കെട്ടും ഭാണ്ഡവുമൊക്കെ ഇവളുടെ ഭർത്താവിൻ്റെ മുറിയിലിരിക്കട്ടെ. ഗിരിജ എല്ലാവരെയും നോക്കി പറഞ്ഞു. ഏട്ടാ, ജോലിക്ക് പോകാൻ സമയമായി. ആര്യയ്ക്ക് കോളേജിൽ പോകണ്ടേ? ഗിരിജ അടുക്കളയിലേക്ക് പോയി. ഓരോരുത്തരായി എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങൾ നോക്കുവാനായി പോയി. ശ്രീഹരിയും മേഘനയും മാത്രമായി ഇപ്പോഴവിടെ. മേഘന മതിയെ പൂജാ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു.
ശ്രീഹരിയുടെ മുഖത്ത് നോക്കാനുള്ള ശക്തി അവൾക്കില്ല. ശ്രീഹരി അവിടെ നിന്ന് പതിയെ അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. ഗിരിജ വന്ന് നോക്കിയപ്പോൾ മേഘന ഇപ്പോഴും നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. എടി, അവർ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. നീ ഇനി ഇവിടെയാണ് കഴിയേണ്ടത്. അവർ അവളെ ശ്രീഹരിയുടെ മുറിയിൽ കൊണ്ടുപോയി തള്ളുകയായിരുന്നു. ശ്രീഹരി കട്ടിലിൽ കിടക്കുകയാണ്. പെട്ടെന്നാണ് അമ്മ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. ശ്രീഹരി എഴുന്നേറ്റു. അവളുടെ അടുത്തേക്ക് അവൻ സാവധാനം നടന്നു ചെന്നു. എന്നിട്ട് വാതിലടിച്ച് ബോൾട്ടിട്ടു. മേഘനയെ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. അവൻ അവളുടെ മുമ്പിൽ ചെന്ന് നിന്നു. എന്തിനാണ് ഇയാൾ അമ്മയോട് അങ്ങനെ കളവ് പറഞ്ഞത്? അവൻ ശാന്തനായി അവളോട് ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം, അവൾ പറഞ്ഞൊപ്പിച്ചു. ക്ഷമിക്കാം, പക്ഷേ താൻ കാര്യം പറയുക. അവൻ അവളെ നോക്കി. അത് എൻ്റെ ഹസ്ബൻഡിന് വരാൻ സാധിച്ചില്ല. ആൾക്ക് കുറച്ച് ദിവസം കൂടി താമസമുണ്ട്. അതുകൊണ്ട് എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ല. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അവൾ കരഞ്ഞു. നിനക്ക് പോകാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് നീ ഇതുപോലൊരു കളവാണോടി പറഞ്ഞുണ്ടാക്കിയത്? അതും ഭഗവാന്റെ മുമ്പിൽ വെച്ച്. ശ്രീഹരിയുടെ ചോദ്യങ്ങൾ നേരിടാനാവാതെ നിൽക്കുവാണവൾ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ എത്ര വലിയ തെറ്റുകാരനായെന്ന് നിനക്കറിയാമോ? എൻ്റെ വേളി വരെ ഉറപ്പിച്ചതാണ്. എന്നിട്ടിപ്പം അവന് ശരിക്കും സങ്കടം വന്നു. ചെയ്തു തന്ന ഉപകാരത്തിനെല്ലാം നന്ദി. വേഗം ഇറങ്ങുക. ശ്രീഹരി അവളെ നോക്കി. സർ, പ്ലീസ്, എന്നെ കുറച്ച് ദിവസം കൂടി, വേറൊരു മാർഗവുമില്ല, പ്ലീസ്. അവൾ അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു. എന്തായി കാണിക്കുന്നത്? എഴുന്നേക്ക്, അവൻ പെട്ടെന്ന് അവളോട് പറഞ്ഞു. അവൾ പതിയെ എഴുന്നേറ്റു. എത്ര ദിവസം കൂടി വേണ്ടി വരും അയാൾക്ക് വരുവാൻ? ഒടുവിൽ ശ്രീഹരി ഒരു തീരുമാനത്തിലെത്തിയതുപോലെ അവളോട് ചോദിച്ചു. ഏറിയാൽ ഒരാഴ്ച. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഇവിടെ എല്ലാവരോടും സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞോളാം. മേഘന അവനെ നോക്കി. വേണ്ട, താൻ ഇനി ഒന്നും ആരോടും പറയണ്ട. സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. ശ്രീഹരി കൈയെടുത്ത് അവളെ വിലക്കി. ഇവളെ ഇവിടെ നിർത്തിയാൽ ഇനി കൂടുതൽ അപകടത്തിലേക്കാണോ താൻ പോകുന്നതെന്ന് അവൻ ചിന്തിച്ചു. ഇവൾ പറയുന്നതെല്ലാം സത്യമാണോ അവ? താൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഒടുവിൽ അവൻ ചോദിച്ചു. സർ, ഒരാഴ്ച കൂടി മാത്രം, പ്ലീസ്. അത് കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം. അതുവരെ എനിക്ക് സമയം തരണം. എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഞാൻ കാല് പിടിക്കാം. അവൾ പെട്ടെന്ന് അവൻ്റെ കാലിൽ വീഴാൻ തുടങ്ങിയതും ശ്രീഹരി അവളുടെ കയ്യിൽ പിടിച്ചു. ഏയ്, അതൊന്നും വേണ്ട. അവൻ അവളുടെ കയ്യിൽ നിന്നും പിടുത്തം വിട്ടു. എന്തോ എവിടെയോ അവൻ അവളെ വിശ്വാസം തോന്നി. എന്നിട്ടൊന്നും പറയാതെ പുറത്തേക്ക് പോയി. അവൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദം അവൾ കേട്ടു. എടാ ശ്രീ, നീ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മിഥുൻ ശ്രീഹരിയെ നോക്കി. എടാ, ഞാൻ പറഞ്ഞ എല്ലാം സത്യമാണ്. ഇത്രയും സംഭവങ്ങൾ ഇപ്പം നടന്നു കഴിഞ്ഞു. ഞാൻ ഇനി എന്ത് ചെയ്യണം? ശ്രീഹരി കൂട്ടുകാരനെ നോക്കി ചോദിച്ചു. എടാ, അവൾ തട്ടിപ്പുകാരിയാണോ? നമുക്കറിയില്ലല്ലോ. തന്നെയല്ല, അവൾ പറയുന്നത് നേരാണോ? മിഥുൻ ചൂണ്ടുവിരൽ താടിയിൽ ഊന്നി. ആരും ഇങ്ങനെ പരിചയമില്ലാത്ത ഒരാളെ വീട്ടിൽ താമസിപ്പിക്കത്തില്ല. മിഥുൻ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷെ സാഹചര്യം ശ്രീഹരി ഓർത്തു. എനിക്കറിയില്ലടാ, അവളുടെ മുഖത്ത് നോക്കുമ്പോൾ. ശ്രീഹരി നീണ്ടു കിടക്കുന്ന പാടശേഖരത്തോട്ട് നോക്കി. ഒരു കാര്യം ചെയ്യാം, അവളെ നീ എപ്പോഴും ഒന്ന് വാച്ച് ചെയ്തോണം. ചിലപ്പോൾ അവൾ പറയുന്നത് സത്യമാണെങ്കിലോ. അതുകൊണ്ട് ഒരാഴ്ച കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മിഥുൻ ഒരു മാർഗം കൂട്ടുകാരന് പറഞ്ഞു കൊടുത്തു. ശ്രീഹരി അവനെ നോക്കി. എടാ, സംശയമായി എന്തെങ്കിലും തോന്നിയാൽ നമുക്ക് പിടിച്ച് പോലീസിലേൽപ്പിക്കാം. പിന്നെ നീ അവൾ കാണാതെ അവളുടെ കുറച്ച് ഫോട്ടോ എടുത്ത് വെച്ചോണം. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം നാളെ ഉണ്ടായാൽ ഈ ഫോട്ടോസ് നമുക്ക് ഉപകാരമാകും. മിഥുൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് അവനും തോന്നി. ആര്യയുടെ പ്രായമുള്ളൂ, അതാ ഞാൻ അവളെ ഒന്ന് കൂടെ കൂട്ടിയത്. ശ്രീഹരി തൻ്റെ നിസ്സഹായത പങ്കുവച്ചു. സാരമില്ല, നിന്നെ എനിക്കറിയാലോ, പോട്ടെ. മിഥുൻ അവനെ ആശ്വസിപ്പിച്ചു. നീ പോലും എന്നെ മനസ്സിലാക്കി. പക്ഷേ എൻ്റെ പെറ്റമ്മ പോലും ഇന്ന് എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ. ശ്രീ വാക്ക് കിട്ടാതെ നിർത്തി. ഇത്രയും നേരം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, എന്നിട്ട് പോലും അവരാരും ഒരിക്കൽ പോലും എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. എടാ, ആരായാലും അങ്ങനെയൊക്കെ പറയൂ. കാരണം തെളിവുകളെല്ലാം നിനക്കെതിരാണ്. മിഥുൻ പുഞ്ചിരിച്ചു. ആ, അതും ശരിയാ. ശ്രീഹരി ഒന്ന് നെടുവീർപ്പെട്ടു. എടാ,
സമയം എത്രയെന്നറിയാമോ? മിഥുൻ വാച്ചിലേക്ക് നോക്കി. അപ്പോഴാണ് ശ്രീഹരിയും ആ കാര്യം ചിന്തിക്കുന്നത്. സമയം 5 മണി കഴിഞ്ഞു. എടാ, എന്നാ പോയാലോ? മഴ പെയ്താൽ പണി കിട്ടും. മിഥുൻ തിടുക്കപ്പെട്ടു. നീ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ശ്രീഹരി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മിഥുൻ അവന് കുറച്ചുകൂടി ധൈര്യം കൊടുത്തു. ശ്രീഹരി വീട്ടിലെത്തിയപ്പോൾ പുറത്തൊരു കാർ കിടപ്പുണ്ട്. തുടരും.